ഒരു സാഹചര്യം എൻ്റെ അറിവിലില്ല എന്താ വരേണ്ടതെന്ന്. കാരണം ഇത് പണ്ടൊരു പ്രശ്നം അദ്ദേഹവും ഞാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എന്നെ സമീപിച്ചിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഇവിടെ എറണാകുളത്തുള്ള കാക്കനാടുള്ള സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തിച്ചെന്ന് ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് അവിടെ ക്ലാസ് എടുക്കാനും അതിനൊക്കെ വിളിക്കും. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് അദ്ദേഹം വരുന്നുണ്ട് ഇവിടെ. അദ്ദേഹത്തിനോടൊന്ന് അല്പം ഒരു മീറ്റിങ്ങിലൊന്ന് ചിലവാക്കണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു. എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ് ഈ പണി കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് അന്നും മനസ്സിലായില്ല കേട്ടോ. ചതിവാണതൊക്കെ. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് അവിടെ മർക്കസിലേക്ക് എന്നെ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു കോളേജ്, ഏതാണ്ട് ലോ കോളേജ് ഏതാണ്ട് ഈ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്കോ എവിടെ വയനാട്ടിൽ ആ ഭാഗത്ത് എവിടെ ഉണ്ട്, അടിമാലി എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അവിടേക്കും എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുള്ളതുകൊണ്ട് ഞാൻ അനങ്ങാതെ, ഞാൻ അതൊന്നും പറയാൻ പോയില്ല. എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവൊഴിവ് പറഞ്ഞ് ഞാൻ മാറിയിട്ടേ ഉള്ളൂ. ഞാൻ പോയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ കാര്യം, എൻ്റെ കാര്യമല്ല. ഇത് കഴിഞ്ഞാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അത് റെക്കോർഡല്ലേ, അതിനെക്കുറിച്ച് അന്നേരം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നതാണ്. അതായത് ആ കേസിൽ ഞാൻ CBI ജഡ്ജായിരുന്നപ്പോഴാണ് ഈ കേസ് എൻ്റെ മുമ്പിൽ വരുന്നത്, ചേകന്നൂർ മൗലവി മർഡർ കേസ് വരുന്നത്. അപ്പോൾ അതിൽ ആ ഒന്നാം സാക്ഷിയായിട്ട് വിസ്തരിച്ച ചേകന്നൂരിൻ്റെ ഭാര്യ, അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല, അവർ ഒരുപാട് അലിഗേഷൻ ഈ കാന്തപുരം മൗലവിയെക്കുറിച്ച് പറഞ്ഞു, മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ കാന്തപുരം മുസ്ലിയാരെക്കുറിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിയാണെന്ന്. കാരണം ഞാനിത് മുമ്പൊന്നും വായിക്കുന്ന പ്രശ്നം എനിക്കില്ല. ഒരിക്കലും ഞാൻ ഒരു കേസും നേരത്തെ വായിച്ചുകൊണ്ട് കൊലക്കേസുകൾ ഞാൻ എടുക്കാറില്ല. അപ്പോൾ കുറേ തലക്കെട്ടുകായിരുന്നു ഇപ്പോൾ. എനിക്ക് ഇദ്ദേഹമായിട്ട് ഒരു പരിചയം വന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതിലാരാ കാന്തപുരം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രതിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രതിയല്ലാത്ത ആളിനെതിരെയാണോ ഇത്രയും പറയുന്നത് എന്ന് പറഞ്ഞു. അവസാനം ഇത്രയും വലിയ അലിഗേഷൻസും ഒക്കെ വന്നപ്പോൾ ഞാൻ വേറെ ഒരു സാക്ഷി വിസ്തരിച്ചപ്പോഴും ഇത് തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ 319 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെ പ്രതിയാക്കി. അത് ശരിയായ ഒരു ഉത്തരവായിരുന്നു. ആ പ്രതിയാക്കിയത് വളരെ നല്ല ഒരു ഉത്തരവാണ് പാസ്സാക്കിയത്. നിയമാനുസരണം വളരെ ശരിയുമാണ്, കറക്റ്റാണ്. അത് അദ്ദേഹം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ അന്ന് അത് ബാക്കി ഞാൻ ജഡ്ജിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ആരാണെന്നൊന്നും. തെറ്റായ ഒരു വിധി മൂലം അത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. കാരണം ആ സാക്ഷികളെയൊക്കെ ഈ പ്രതിയാക്കാൻ പോകുന്ന ആളിനെ വിളിച്ച് ക്രോസ് ചെയ്യിപ്പിക്കണമെന്ന്, എന്നിട്ട് വേണം പ്രതിയാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവ് വെക്കേറ്റ് ചെയ്തു. എനിക്കത് ഈ പ്രശ്നവുമില്ല, ഹൈക്കോടതി വെക്കേറ്റ് ചെയ്തു. എനിക്കെന്താ വേണം, എൻ്റെ കാര്യമല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതാണ്ട് ഒരു 3-4 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇതുപോലെ തത്തുല്യമായ ഒരു കേസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു. എൻ്റെ വിധിയായി ഇതാ ശരിയെന്ന ഓർഡർ. കാരണം ഇതാരെയും വിസ്തരിക്കുകയൊന്നും വേണ്ട, അലിഗേഷൻ ഉണ്ടെങ്കിൽ പ്രതിയാക്കാം, പിന്നെ പ്രതിയായി കഴിഞ്ഞ് സമൻസ് കൊടുക്കണം. ഇത് വലിയ ആളല്ലേ, അത് കാരണം നമുക്ക് ഈ വലിയ ആളിനെതിരെ ഒന്നും നമുക്ക് നിയമം പാടില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ പാവങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഈ നിയമം എന്നൊക്കെ പറയുന്നത്, അല്ല പണക്കാർക്കുള്ളതല്ല, കാശുള്ളവർക്കല്ല, പിടിപാടുള്ളവർക്കും അല്ല. ഇതിനകത്ത് പിന്നെ ഏതാണ്ട് ഗൂഢാലോചന. എനിക്ക് ആരുമായിട്ട് ഗൂഢാലോചന നടത്താനേ? ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? എനിക്കിതുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 കേസുകളെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിലൊരു കേസ് ഇതാണ്. അത് ആവശ്യപ്പെടാൻ കാരണം നാട് നീളെ നടന്ന് എനിക്കെതിരെ കേസ് കൊടുക്കാൻ തുടങ്ങി. ഈ കാന്തപുരം മുസ്ലിയാരുടെ മകൻ, അത് അന്നേരം എനിക്ക് ആദ്യം മനസ്സിലായില്ല, അയാളും ആദ്യമായിട്ട് എനിക്കെതിരെ ഒരു കമാലിയ ട്രസ്റ്റിൻ്റെ ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് കൊടുത്തു. ഈ കമാലിയ എന്ന് കേൾക്കുമ്പോൾ ഈ കമാൽ കമാൽ എന്നുള്ള പേരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആളുകൾക്ക് തോന്നും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ ഏതോ ഒരു ട്രസ്റ്റാണ് അത് പിന്നെ ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നും ഞാൻ ഇയാളെയൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കൊടുത്തത്. കേൾക്കുമ്പോൾ എനിക്കെതിരെയുള്ള ഒരു വലിയ അലിഗേഷനല്ലേ അത്. അവസാനം ഞാനിതിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഈ ട്രസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പരാതി വന്നപ്പോൾ എന്താണെന്നറിയാം, ആ ട്രസ്റ്റിൽ ഞാൻ അംഗമാണെന്നും പറഞ്ഞാണ് ഈ വന്നേക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയേക്കുന്നതാണ്. ആ മിനിറ്റ്സിനകത്ത് ഒരു ഡേറ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഈ റെക്കോർഡ് ഇരിപ്പുണ്ട്. ഇത്രാം തീയതി ഉള്ള യോഗത്തിൽ ഞാൻ പങ്കെടുത്തു എന്നാണ് ആ മിനിറ്റ്സിനകത്ത്.
പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ആ ദിവസം ഞാൻ ഭോപ്പാലിൽ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിലാണ് അന്ന് ഈ സമയത്ത്. അതും ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വിരമിച്ച ജസ്റ്റിസ് രാധാകൃഷ്ണൻ, അദ്ദേഹവും ഉണ്ട് എന്നോടൊപ്പം അവിടെ. അപ്പോൾ എനിക്ക് വേറെ സാക്ഷികളൊന്നും വേണ്ട. ഇത് ഞാനങ്ങ് ഹൈക്കോടതി എഴുതി കൊടുത്തു, ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഹൈക്കോടതി എനിക്കെതിരെ അതിൻ്റെ പരാതി അയച്ചതാ ഏതോ ഒരുത്തനെ കൊണ്ട്, ഞാൻ ഇതിന് പണപ്പിരിവ് നടത്തുന്നെന്നും പണം വാങ്ങിയെന്നും ഒക്കെ പറഞ്ഞ്, ഞാനിതാണെന്നും പറഞ്ഞ്. അപ്പോൾ ഈ കള്ള ഡോക്യുമെൻ്റ് എഴുതിയതിന് അവരുടെ പേര് കേസെടുത്തു. ഇയാൾ ആ കേസ് എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരു വലിയൊരു പ്രായമുള്ളൊരു മനുഷ്യനാണ്, എന്താണ്ട് ഒരു കൊട അബൂബക്കർ എന്ന് എന്തോ അങ്ങനെ കണ്ട് പറയുന്ന ഒരാളാണ്. അയാളാ ഇത് എഴുതി ഒപ്പിച്ചത്, ഈ പണി ചെയ്തത്. അതൊക്കെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചെയ്തേക്കുന്നതാണ്. പക്ഷേ അതോടുകൂടി അത് കളഞ്ഞ് പിന്നെ എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്കൊരു വളരെ മുതിർന്ന ഒരു ജഡ്ജി, കാരണം എനിക്ക് അത്രയും ബന്ധമുള്ള ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു, കമാൽ പാഷ എന്തിനാണ് ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഇത് എത്ര നാട് എന്തിനാണ് ഇത് കാണുന്ന കേസെല്ലാം പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ അങ്ങ് എഴുതി കൊടുത്തു, ഇതങ്ങ് മാറ്റിയൊക്കെ എന്നത്. അതോടുകൂടി രക്ഷപ്പെട്ടു അവർ. ഇതാണ് സംഭവം. മൗലവി കേസില് ഈ കാന്തപുരത്തെ അന്ന് പ്രതി ചേർത്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എന്നാണല്ലോ സാർ ഇപ്പോൾ പറഞ്ഞത്. അതെ, കറക്റ്റായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തെളിവെന്ന് പറയുന്ന അദ്ദേഹത്തിന് ശിക്ഷിക്കാനുള്ള തെളിവൊന്നും അല്ലത്. ഈ ചേകന്നൂരിൻ്റെ ഭാര്യയുടെ മൊഴിയാണ് ഈ പറഞ്ഞത്, വേറെ ഒരു സാക്ഷിയുടെ മൊഴി. അതല്ലാതെ എനിക്ക് ഇത് ശരിയാണെന്നോ സത്യമെന്നോ എനിക്ക് അറിയേണ്ട സ്റ്റേജ് അതല്ല. അത് ഈ പ്രതി ചേർത്ത് കഴിഞ്ഞിട്ട് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് ട്രയലിലേ തീരുമാനിക്കാൻ പറ്റൂ നിരപരാധിയാണോ ശിക്ഷിക്കപ്പെടേണ്ട ആളാണോ എന്നറിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെതിരെ അല്ലാതെ വേറെ തെളിവൊന്നുമില്ല, ഈ ആരോപണങ്ങളേ ഉള്ളൂ. പക്ഷേ ആരോപണങ്ങൾ മതി. അത് വ്യക്തമായ ആരോപണങ്ങളാണെങ്കിൽ 319 വകുപ്പ് അനുസരിച്ച് CRPC 319 വകുപ്പ് അനുസരിച്ച് ഒരാളെ പ്രതിയേർക്കണം നമുക്ക്. ഇപ്പോൾ എന്നെ കമാൽ പാഷയെക്കുറിച്ചായാലും ഒരു കേസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും പ്രതിയാക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് യാതൊരു കാര്യമുള്ളതല്ല. ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് തെളിവ് ലീഗൽ എവിഡൻസ് വേണം, എന്നാലേ ഒരാളെ ശിക്ഷിക്കാനും ഒക്കെ ഉള്ളൂ. ഇത് ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞൂടാ. അത് ട്രയലിനകത്തേ വരുള്ളൂ, പിന്നെ വരേണ്ടത് ബാക്കിയുള്ള സാക്ഷികളെ ഒന്നും വിസ്തരിച്ചില്ലല്ലോ. അത് കാരണം അതൊന്നും അറിയാൻ പറ്റുന്നില്ല.